ഹലോ എവരിവൺ, RRB ടെക്നീഷ്യൻ 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വർഷത്തെ RRBയുടെ ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഉടനെ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഒഫീഷ്യലി RRB പബ്ലിഷ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ എത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ആകെയുള്ളത്, എന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റെയിൽവേയുടെ RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഇങ്ങനൊരു PDF കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ RRB അലഹബാദിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് 31/1/2024 വന്ന ആ ഒരു നോട്ടീസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ 2/2024 എന്ന പേരിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RRB ALPയുടെ കൂടെ തന്നെ അതേ പാറ്റേണിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു പരീക്ഷയാണ് RRB ടെക്നീഷ്യൻ. വെറും +2 മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടി ആയതുകൊണ്ട് 2 എക്സാംസ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. റെയിൽവേയുടെ മെഗാ റിക്രൂട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് 2 റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. CEN 1/2024 ഒപ്പം തന്നെ അടുത്ത വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ CEN 2/2024 എന്ന പേരിൽ റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻസ് ടെനേറ്റീവ് ടൈം ലൈൻസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ALPയുടെ ടൈം ലൈൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്തു. അത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എന്നാണ് എക്സാംസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇൻഫോം ചെയ്തു. ഇപ്പോൾ ടെക്നീഷ്യൻ RRB ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ ഒരു ടെനേറ്റീവ് ടൈം ലൈൻസ് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു ടെനേറ്റീവ് നമ്പർ ഓഫ് വേക്കൻസീസ് എബൌട്ട് 9,000 പ്ലസ് വേക്കൻസീസ് ആണ്, അല്ലെങ്കിൽ 9,000 അടുത്ത് വരുന്ന വേക്കൻസീസ് ആണ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. ALPയുടെ വേക്കൻസീസ് നോക്കിയാൽ 5,696, 6,000 അടുത്ത് വരുന്ന വേക്കൻസീസ്, അല്ലെങ്കിൽ 5,500 പ്ലസ് വേക്കൻസീസ് ആയിരുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 14,000 പുറത്ത് 15,000 അടുത്ത് വരുന്ന വേക്കൻസീസ് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ അത് വേക്കൻസീസിൻ്റെ നമ്പർ അത്രയും രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പബ്ലിക്കേഷൻ ഓഫ് നോട്ടിഫിക്കേഷൻ ഇൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, ഫെബ്രുവരിയിലായിരിക്കും ഇത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ്. മാർച്ച് ഏപ്രിൽ 2024 ഈ മാസങ്ങളിലായിരിക്കും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ കാര്യം പറയാം. എന്നാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒക്ടോബർ ഡിസംബർ 2024, ഈ വർഷം അവസാനത്തോടുകൂടി ഒക്ടോബർ നവംബർ ഡിസംബർ ഈ 3 മാസമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ എഴുതുന്ന എക്സാം ആയിരിക്കും. +2 ക്വാളിഫിക്കേഷൻ ഉള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൊരു എക്സാമാണ്. സോ ഒക്ടോബർ ഡിസംബറിനും ഇടയിൽ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കും. ഷോർട്ട് ലിസ്റ്റ് ഫോർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിൽ ബി റിലീസ്ഡ് ഇൻ ഫെബ്രുവരി 2025. റിക്രൂട്ട്മെന്റിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഷോർട്ട് ലിസ്റ്റ് ഫെബ്രുവരി 2025 ഇനി അവസാനം പ്ലീസ് നോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് ഫോർ ദ നെക്സ്റ്റ് സൈക്കിൾ ഓഫ് റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻ ഈസ് പ്രൊവിഷണലി പ്ലാൻഡ് ഫോർ ഇഷ്യൂ ഇൻ ഏപ്രിൽ 2025. അടുത്ത സൈക്കിളിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. അതായത് അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ന്യൂസുകളിൽ നിന്ന് എവിഡൻ്റ് ആണ് ഇത് ഇയർലി റെയിൽവേ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇതിൻ്റെ അടുത്ത സൈക്കിള്, അടുത്ത വർഷത്തെ റിക്രൂട്ട്മെന്റ് 2025 ഏപ്രിലിൽ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിൽ ആസ്പിരൻസ് ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന SSC റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. കാരണം റെയിൽവേ ഇത്രയും നാൾ റെഗുലറായിട്ട് എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ റെഗുലറായിട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നു എന്നൊരു ഇൻഫർമേഷൻ ആണ് നമ്മൾ അറിയുന്നത്. അടുത്ത സൈക്കിൾ, അതായത് ഈ വർഷത്തെ റിക്രൂട്ട്മെന്റിന്റെ കൂടെ തന്നെ അടുത്ത വർഷം നടത്താൻ പോകുന്ന കാര്യങ്ങളും പറയുന്നു. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. RRB എക്സാംസിനും SSC എക്സാംസിനും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർക്ക് തുടങ്ങാൻ നല്ലൊരു സമയമാണെന്നുള്ളൊരു ക്ലൂ തന്നെയാണ്. ഇപ്പോൾ വേക്കൻസീസിന്റെ നമ്പർ ഇവിടെ കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത് റെഗുലറായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഇത്രയും നമ്പേഴ്സ് വേക്കൻസീസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ തന്നെ ഇതിൻ്റെ വീഡിയോ സീരീസ് RRB ALP ആൻഡ് ടെക്നീഷ്യൻ വീഡിയോ സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് പഠിക്കാം. അല്ല ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ വന്ന് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് ബ്രാഞ്ചിലും കൊട്ടാരക്കര ബ്രാഞ്ചിലും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 5 ഈ 2 ബ്രാഞ്ചുകളിൽ, അതായത് കോഴിക്കോട് അതുപോലെ തന്നെ കൊട്ടാരക്കര, ഈ ബ്രാഞ്ചുകളിലെല്ലാം ഫെബ്രുവരി 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 7 ഫെബ്രുവരി 7 ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈനായിട്ട് സെൻറ്റേഴ്സിൽ വന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഒഫീഷ്യലി ഇങ്ങനെ വന്ന് പഠിക്കാൻ പറ്റില്ല, പകരം വീട്ടിലിരുന്ന് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷനിൽ റെയിൽവേയുടെ ഒരുപാട് കോഴ്സസ് കറൻ്റ്ലി തന്നെ അവൈലബിൾ ആണ്. റെയിൽവേയുടെ വന്ദേ ഭാരത് ബാച്ച്, അതുപോലെ തന്നെ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച്, ഇതൊക്കെ അവൈലബിൾ ആണ്. ഇനിയും ഉടനെ
ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് റെയിൽവേ ALPയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ALP ആൻഡ് ടെക്നീഷ്യൻ സ്പെസിഫിക് ആയിട്ടുള്ള പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം ഈ വരുന്ന ഓൺലൈൻ കോഴ്സുകളിലോ ഓഫ്ലൈൻ കോഴ്സുകളിലോ എല്ലാം പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് വേണം എന്നുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തും ഫ്രീ ക്ലാസ്സസ് പഠിക്കാവുന്നതാണ്. നമ്മൾ അത്രയും ക്ലാസ്സസ് ഫ്രീ ആയിട്ടും യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുക, എല്ലാവരോടും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.